സത്യവേദ പുസ്തകത്തിൽ, അതായത് ബൈബിളിൽ എനിക്ക് ഏറ്റവും ആകർഷിച്ച ഒരു വചനമാണ് റോമാക്കാരുടെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അതായത് ആദാമിനെ കുറിച്ചാണ് പറയുന്നത്. ആദം ചെയ്ത പാപത്തിൻ്റെ ഫലം അത് പിന്നീട് നമുക്ക് വേണ്ടി യേശുക്രിസ്തു ബലി അർപ്പിച്ചതിന് ശേഷം നമ്മൾ ആ പാപത്തിൽ നിന്ന് മോചിതരായി എന്നതാണ് വചനം സൂചിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ യേശുവിനെ കയ്യേറ്റം ചെയ്തു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. ആ തലയോടിടം എന്ന് പറയുന്ന ഈ സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇതിന് ഈ പേര് വരാനായിട്ട് കാരണം ആദത്തിൻ്റെ തലയോട്ടി ഇവിടെ കുഴിച്ചിട്ടു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. കാൽവരിക്ക് നേരെ താഴെയാണ് ഈ ഒരു ചാപ്പൽ, അതായത് ആദംസ് ചാപ്പൽ എന്നാണ് ഈ ചാപ്പൽ അറിയപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു പാറ എന്ന് പറയുന്നത് ഇത് ആർക്കിയോളജിക്കൽ സൈറ്റാണ്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ബ്ലഡ് ഈ പാറയിലുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. കാൽവരിക്ക് നേരെ താഴെ തന്നെയാണ് ഈ ഒരു ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് സ്റ്റെപ്പുകൾ കാൽവരിയിൽ നിന്ന് നേരെ നമ്മൾ താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു വഴിയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഈ ഗോൽഗോഥ, അതായത് നമ്മുടെ നസ്രായൻ നമുക്ക് വേണ്ടി യാഗമായ സ്ഥലമാണ്. അതിൻ്റെ നേരെ താഴെയാണ് ഈ ആദംസ് ചാപ്പൽ നമ്മൾ കാണുന്നത്. ഇവിടെയാണ് നമ്മുടെ നസ്രായനെ യേശുക്രിസ്തുവിനെ ക്രൂശിൽ നിന്നും അത് താഴെ ഇറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തിയ സ്ഥലം. അവിടുന്ന് നേരെ ഈ ഒരു കല്ലറയിലേക്കാണ് കർത്താവിനെ എടുത്തുകൊണ്ട് പോയത്. ഇവിടെ നിന്നാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്.